ഹായ്, ഞാൻ നമിത. അബ്സല്യൂട്ട് മൈൻഡ് കാലിക്കറ്റിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മൾ പുതുതായിട്ടൊരു പാരൻ്റ് ആവുകയാണെങ്കിൽ നമ്മളുടെ ബേബീനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലേ. അതായത് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ കുട്ടി കമിഴ്ന്ന് വീഴുന്നുണ്ടോ, മുട്ടിലെഴയുന്നുണ്ടോ, എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ, ഇരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ നോക്കും. ആ ഒരു സമയത്ത് തന്നെ അത് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ, നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പാരൻസിനോട് ചോദിക്കും അതെന്താ ആ സമയത്ത് അങ്ങനെ കുട്ടി കമിഴ്ന്ന് വീഴാത്തത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ. ഓക്കെ, ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങൾ എല്ലാവരിലും കാണാവുന്നതാണ്. എന്നിരുന്നാലും ഒരു 2-3 വയസ്സായതിനു ശേഷം പൊതുവേ ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കോപ്പി ലേണിംഗ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. നമ്മൾ ഒബ്സർവേഷണൽ ലേണിംഗ് എന്നുള്ളൊരു ടേം വെച്ചിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. അതായത് ഈ ഒരു സ്റ്റേജിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചേച്ചിയോ ചേട്ടനോ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇവർക്ക് കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ അവരും വന്നിട്ട് അതേപോലെ തന്നെ കൈ കഴുകാൻ നോക്കും. അമ്മ സാരി ഉടുക്കുകയാണെങ്കിൽ ഒരു ഷാളും കൊണ്ട് മോള് പിറകെ വരും, സാരി ഉടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പം എല്ലാം ഇതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രായത്തിൽ ഒരു 2-3 വയസ്സായിട്ടും ഇതിങ്ങനെ കോപ്പി ലേണിംഗ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന സാധനങ്ങൾ അവർ കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ പോലെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുന്നത് ക്യാച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ഡിലേ ആയിട്ട്, ഡെവലപ്മെൻറ്റ് ഡിലേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. പൊതുവേ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, ചിലപ്പം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയായി പോവായിരിക്കും, ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ചിലപ്പം അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പാരൻസ് പറയുന്നുണ്ടാവും നീയും ഇങ്ങനെ തന്നെ ആയിരുന്നു, കുട്ടി ഇതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പം റെഡി ആയിക്കോളും എന്നുള്ള നിലയിൽ. അപ്പം അധികം ലേറ്റ് ആക്കാതെ ഇങ്ങനെ ഡിലേ കാണുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു IQ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് മേ ബി IQ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട്, അതായത് ഇൻ്റലിജൻസ് ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാവാം കുട്ടികൾക്ക് കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് അത് കോപ്പി ലേണിംഗ് ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി എല്ലാ കേസും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, മേ ബി അതിനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ തോന്നുകയാണ് എങ്കിൽ നമ്മൾ അധികം ലേറ്റ് ആക്കാതെ ഒരു IQ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം. IQ ടെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനൊരു ഡെഫിഷ്യൻസി ഉണ്ട് അറിയാൻ വേണ്ടിയിട്ടും അത് കഴിഞ്ഞിട്ട് അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. അപ്പം ഒരിക്കലും നമ്മൾ IQ ഡെഫിഷ്യൻസി ഉള്ളൊരു കുട്ടിയാണെന്നുള്ള രീതിയിൽ ലേബൽ ചെയ്ത് വെക്കാനല്ല ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല പാരൻസും ഇങ്ങനൊരു ലേബലിംഗ് പ്രതീക്ഷിച്ച് ടെസ്റ്റിലേക്ക് പോവാതെ മാക്സിമം ഇത് ഡിലേ ആക്കി കൊണ്ടുപോകുന്നതാണ് കാണാറുള്ളത്. കുട്ടിക്ക് IQ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇമോഷണലി വല്ലാതെ ഡൗൺ ആയി പോകുന്നതൊക്കെ ആയിട്ടാണ് കാണുക. അതായത് കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇനി ലൈഫ് ലോങ് ഞാൻ എങ്ങനെ ഇത് ഡീല് ചെയ്യും, അല്ലെങ്കിൽ കുട്ടി എങ്ങനെ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ പെരുമാറും, ഞാനില്ലാതെ എങ്ങനെ സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ഒരുപാട് ചിന്തകൾ നമ്മൾ പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇടയിലേക്ക് വരുന്നുണ്ടാവും. നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു IQ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു IQ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഹയർ മെൻ്റൽ ഫങ്ഷൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെയും നോർമലായിട്ടുള്ള ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം. അപ്പം കറക്റ്റ് ടൈമിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഒരു CDC ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മളൊരു തെറാപ്പിസ്റ്റിനെ കണ്ടുപിടിച്ച് അവിടെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു IQ ട്രെയിനിങ്ങിന് പോവുകയാണെന്ന് കാണുമ്പം പലരും പറയും കുഴപ്പമില്ല, അതൊക്കെ റെഡി ആവേണ്ടതാണ്, സ്കൂളിൽ ചേർത്തിയാൽ റെഡിയായി പോവും, വെറുതെ എന്തിനാണ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയില്ലേ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നുള്ള രീതിയിൽ, അവർ ഇതെന്താണ്, ഈ ഒരു സ്റ്റേജ് എന്താണെന്ന് അറിയാതെ ആയിരിക്കും നമ്മളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. IQ ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ട്രെയിനിങ് ഇല്ലാതെ നോർമലായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പാരൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വരുത്തേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ CDCകൾ ചൂസ് ചെയ്യുമ്പോഴാണ്. അതായത് നമ്മളുടെ ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ റിവ്യൂ നോക്കിയിട്ടോ പാരൻസിൻ്റെ അടുത്ത് അവിടെ കൺസൾട്ട് ചെയ്യുന്ന പാരൻസിൻ്റെ ഒപ്പീനിയനൊക്കെ ചോദിച്ചിട്ടോ നമ്മൾ കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ളൊരു CDC കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു തെറാപ്പിസ്റ്റ് നമ്മളെപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു തെറാപ്പിസ്റ്റ് വേണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെപ്പോഴും തിങ്ക് ചെയ്യുക. അതായത് നമ്മുടെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം
കൊടുക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു എക്സ്പീരിയൻസിൻ്റെ അപ്പുറത്തേക്ക് കുട്ടി തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് സിങ്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ്. അപ്പം കുട്ടി ചിലപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചിലപ്പം കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ല. ചിലപ്പം മേ ബി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തായിരിക്കും കുട്ടി ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ട് കമ്പനി ആവുന്നതും സിങ്ക് ആവുന്നതും ഒക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ഒരു സിങ്ക് അല്ലെങ്കിൽ ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊരു തെറാപ്പിസ്റ്റിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടും ചേഞ്ചസ് ഒന്നും കാണുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാകും. അതായത് ഇതിനെ കൊണ്ടൊന്നും കാര്യമില്ല, ഒരു ചേഞ്ചസും കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം ഇതൊരു സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളാണ്, അവർ പെട്ടെന്ന് തന്നെ എല്ലാം ക്യാച്ച് ചെയ്യും. എന്നിരുന്നാൽ പോലും ഇത് കുറച്ചൊരു സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പെട്ടെന്നൊരു ചേഞ്ച് കാണുന്നില്ല, റിസൾട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഡ്രോപ്പ് ചെയ്യാതെ കുറച്ച് പേഷ്യൻ്റായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്ന് വെച്ച് കൂടുതൽ ടൈം, അതായത് ഒരു 4-5 വർഷമൊക്കെ ഒരേ സെൻറ്ററിൽ തന്നെ ഒരു ചേഞ്ചസും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ കാണാറുണ്ട്. നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് എങ്കിൽ വിത്തിൻ ഒരു 1-2 മന്തിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് കുട്ടിയിൽ നമുക്ക് പ്രകടമായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പം എത്ര സിവിയർ ആയിട്ടുള്ള IQ ഡെഫിഷ്യൻസി ആണെങ്കിൽ പോലും ഒരു 2 മന്ത്സിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് എങ്കിലും കാണുന്നില്ല എങ്കിൽ നമ്മൾ എന്തായാലും CDC മാറ്റോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെ മാറ്റോ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. ഇത്തരത്തിൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ പല CDCകളും പാരൻസിന് വേണ്ടിയിട്ട് സപ്പോർട്ടീവ് സൈക്കോതെറാപ്പിയും കൊടുക്കാറുണ്ട്. കാരണം ഈ ഇമോഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ കുട്ടീനെ എങ്ങനെ നമ്മൾ ഒരു ഡെയിലി ലൈഫിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുട്ടീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സപ്പോർട്ടീവ് സൈക്കോതെറാപ്പിയിൽ തെറാപ്പിസ്റ്റ് നമ്മൾ പാരൻസുമായിട്ട് കൺവേ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം നമ്മളുടെ ഇമോഷണൽ സാധനങ്ങളൊക്കെ മാറ്റിവെച്ച് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് കുട്ടിക്ക് മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പല പാരൻസും തൻ്റെ കുട്ടിക്ക് വന്ന ഡെഫിഷ്യൻസി പോലെ തന്നെ മറ്റു കുട്ടികളും ഇത് വെച്ച് സഫർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്ടിൻ്റെ ബേസിൽ ഈ CDC പോലുള്ള IQ സെൻറ്ററുകളോ അല്ലെങ്കിൽ CDCകളോ പുതുതായി സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതും നമ്മൾ കാണാറുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് കാണുമ്പം നമ്മളുടെ സൊസൈറ്റി ഉള്ള ആളുകൾ അതിനെ മന്ദബുദ്ധിയാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ബുദ്ധി വികാസം ഇല്ല എന്നുള്ള രീതിയിലുള്ള ടേംസൊക്കെ യൂസ് ചെയ്യുന്നത് അത് പാരൻസിനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആ കുട്ടി അത് കേൾക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്, ആ കുട്ടിക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനത്തെ ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ ഇതൊരു ചെറിയൊരു IQ ഡെഫിഷ്യൻസിയാണ്, നമുക്കത് റെഡിയാക്കി എടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പാരൻസിനെയും കുട്ടികളെയും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഒരു സോഷ്യൽ സ്റ്റിഗ്മയിലും വീഴാതെ നമ്മളുടെ കുട്ടിയുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നല്ലൊരു തെറാപ്പി സെൻറ്ററിൽ പോയിട്ട് ട്രെയിനിങ് എടുക്കുക, ആ കുട്ടിയുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ആ കുട്ടീനെ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ ഒരു നോർമൽ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കുള്ള ഒപ്പീനിയൻസോ അല്ലെങ്കിൽ സജഷൻസോ ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.